അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്പെഷ്യലായിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണ്. സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ ഈ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മന്തി വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അത് വിറകടുപ്പിലും കൂടി ഉണ്ടാക്കുന്ന സ്പെഷ്യലാണ് കേട്ടത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകം ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പാക്കറ്റ് കുരുമുളക് അഥവാ 2 സ്പൂണ് കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ മല്ലിച്ചപ്പ് പുതിനല്ലേ അതും ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ 3 ക്യാപ്സിക്കം അതും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. 2 മാഗി ക്യൂബ് എന്ന് വെച്ചാൽ 2 പാക്കറ്റ് മാഗി ക്യൂബാണ്. അപ്പോൾ 4 എണ്ണം ഉണ്ടാവും. ആ 4 എണ്ണം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കളർ ചേർക്കുന്നുണ്ട്. അതിനെ ചേർത്ത് കൊടുത്തിട്ട് അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി കേട്ടോ. ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഞാനത് കളറും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിലില്ലേ കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിൽ പേരിനെന്ന് പറയില്ല അതുപോലെ സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനിത് വിറകടുപ്പിലേക്ക് നമ്മളെ ചിക്കൻ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഉരുളിയിൽ വെക്കണ കാരണം ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഓയിലൊന്നും അധികം ചേർക്കണില്ലല്ലോ. അപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ വിറകടുപ്പിലാണ് മന്തി ഉണ്ടാക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയിലുണ്ടാവണം. കാരണം അടിയിൽ പിടിക്കും. കാരണം ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ചേർത്ത് കൊടുക്കാത്ത കാരണം അത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം തന്നെ നമുക്കൊരു 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഏകദേശം ക്യാപ്സിക്കും മല്ലിച്ചപ്പും എല്ലാതും കൂടി അതിലേക്ക് വരണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആകുമ്പോഴത്തേനും നമുക്ക് റൈസിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ റൈസിനുള്ള കാര്യങ്ങൾ അപ്പുറത്തെ വിറകടുപ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉണങ്ങിയ ചെറുനാരങ്ങ അത് 2 എണ്ണം ഇട്ട് കൊടുത്ത് കറുവപ്പട്ട ഏലക്കായ പിന്നെ കുരുമുളക് അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു തരി ഇട്ടാൽ അതെന്തിനാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെച്ചാൽ അരി ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അരിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് റൈസ് റെഡി ആവണ വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കത്തിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റൈസൊക്കെ ഏകദേശം കറക്റ്റ് മന്തിയുടെ വേവ് വന്നപ്പോൾ ഞാനതൊരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ റൈസ് അവിടെ കറക്റ്റ് റെഡി ആയ സമയത്ത് തന്നെ നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ എന്തായിട്ടുണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല. അപ്പോൾ രണ്ടും അപ്പുറത്തെ 2 അടുപ്പിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മന്തി റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക ചിക്കനും റെഡിയായി റൈസും റെഡിയായി. ഇനി നമുക്കത് ദമ്മിട്ടാൽ മതിയല്ലോ. അപ്പോൾ നമുക്കിനി ബാക്കി ദമ്മിൻ്റെ കാര്യങ്ങൾക്ക് പോകാം. അപ്പോൾ ചിക്കനിലേക്ക് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള റൈസും ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഈ സമയത്ത് നല്ല സ്മെല്ല് വരുന്നു കേട്ടോ. നമ്മൾ വിറകടുപ്പിൽ എന്ത് സാധനം വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നാണ്. അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പം ഞാൻ റൈസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ശേഷം ഞാൻ 4-5 പച്ചമുളകിൽ ചുവപ്പ് കളറുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ ഇങ്ങനെ കുത്തി കൊടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ റെഡും ഓറഞ്ചും കളറും മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കനലും വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചപ്പോൾ അതിൻ്റെ പുക ഇങ്ങനെ വരും. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഞാൻ ഇനി ഇത് അടച്ച് വെക്കാം കേട്ടോ. നല്ല ഉറപ്പുള്ള മൂഡിൽ വെച്ചിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഒട്ടും കുക്കിംഗ് അറിയാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാനാണ് ഈ മന്തി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും പിന്മാറി നിൽക്കരുത്. എന്ത് കാര്യം നമുക്ക് ട്രൈ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് കാര്യം നമുക്ക് കുക്കിംഗ് മാത്രമല്ല എന്ത് കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ സക്സസ്ഫുള്ളി ആയിട്ടാണ് നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഭക്ഷണം കഴിക്കാനുള്ള ടൈമൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാറ് കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി നോക്കിയിട്ട് എല്ലാവരും വിറകടുപ്പിൽ തന്നെ മാക്സിമം ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ.